ബാംഗ്ലൂർ ടു കേരള ഒരു വീക്കെൻഡ് യാത്ര കണ്ടാലോ? ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഒറ്റ മൈൻഡിൽ അങ്ങ് വിട്ടതാണ്. മുട്ടുസൂചി കുത്താൻ പോലും ഇടയില്ലാത്തൊരു സ്ഥലം. അതിൻ്റെ ഇടയിലും ആത്മാർത്ഥമായിട്ട് ഇരുന്ന ഇല്ലാത്ത റേഞ്ചൊക്കെ ആവാഹിച്ചെടുത്ത് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്നപ്പോൾ തന്നെ ഭയങ്കര ബോറടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേര്. ഇതാ ഈ ബിഗ് ബോസ് കാണുന്ന 2 കുരുപ്പും പിന്നെ ആ നിലത്തിരിക്കുന്ന ഒരു കുരുപ്പും ഉണ്ട്. ഞങ്ങൾ 4 പേരും അങ്ങ് വല്ലാണ്ട് കണക്റ്റായി. 4 പേരും ആ ഒരു മൂലയ്ക്ക് ഒതുങ്ങിയിരുന്ന് ഞങ്ങളുടെ ഒരു ലോകം പോലെ ഞങ്ങൾ അവിടെ അങ്ങ് ഇരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബോറടി ഉണ്ടായിരുന്നില്ല. കയ്യിൽ കരുതിയിരുന്ന ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് പോയി കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഒരു 12 മണിക്കൂർ ട്രെയിനിൽ തന്നെ ഇരിക്കേണ്ടതല്ലേ. സോ എല്ലാവരും കമ്പനി ആയതുകൊണ്ട് അങ്ങനെ ബോറടി ഉണ്ടായിരുന്നില്ല. ഇരുന്നും കിടന്നും ഒക്കെ ബിഗ് ബോസ് കാണുന്നുണ്ട്. ഇങ്ങനത്തെ ബിഗ് ബോസ് ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരെ ഒന്ന് ടാഗ് ചെയ്യണേ ഇതിൻ്റെ ഇടയിൽ. അതുപോലെ തന്നെ അകത്തേക്കൊന്നും നോക്കാൻ കൂടി പറ്റുന്നുണ്ടായില്ല. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ തന്നെ അങ്ങ് അടിഞ്ഞു കൂടി. 7-8 മണിക്കൂറായി നിൽക്കുന്നു. എല്ലാവരും അങ്ങ് തളർന്നു. ഒന്ന് കണ്ണടച്ചില്ലെങ്കിൽ പിന്നെ എന്നേക്കുമായിട്ട് കണ്ണടയ്ക്കാവുന്ന അവസ്ഥയിലെത്തി. അങ്ങനെ ഞാൻ കോട്ടയം എത്തിയപ്പോഴുള്ള തിരക്കാണ് കേട്ടോ ഇത്. അപ്പോഴും സെയിം